എല്ലാവരും പോയിട്ടോ, നമ്മൾ മാത്രമായി. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയോടെ എല്ലാവരും പിരിഞ്ഞു. ഇനി നമുക്ക് ഓണത്തിന് അല്ലേ ഒരു ഒത്തുകൂടലുണ്ടാവുക ഇനി ഓണത്തിനാണ് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ഓണം നേർത്തിയാണല്ലോ. അപ്പം അതും കൊണ്ട് അടുത്ത മാസം കാണാമെന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളില്ലേ അങ്ങനെ അടുത്ത മാസം കാണാമെന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് കാണുള്ളൂ പറഞ്ഞാൽ നല്ല പുറത്ത് നല്ല മഴയാണ്. ഇന്നലെ മുതൽ മഴ ഉണ്ട്, കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലേ. അത്യാവത്തുകളൊന്നും ഇല്ലാതിരിക്കട്ടെ, പെട്ടെന്ന് കാണാൻ. അത്യാവത്തുകളൊന്നും ഇല്ലാതിരിക്കട്ടെ. കണ്ട മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നു. എന്താ അത് കാണിക്കുന്നത്? ചോർച്ച. അത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും എന്താ വെച്ചടയ്ക്കുന്ന ഒരു ഫുള്ള് എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അത് അങ്ങനെയല്ലേ വെക്കിയപ്പോ ബോൾട്ട് നേരെ കൊടുക്കും. ബോൾട്ട് ചെരിച്ചു കൊടുക്കുമ്പോൾ വാഷർ ചെരിഞ്ഞിരിക്കുമല്ലോ. ആ ചെരിഞ്ഞിരിക്കുന്ന വാഷറിന്റെ ഗ്യാപ്പ് കൂടെ വെള്ളം കയറുന്നു. നമ്മളിന്ന് കുട്ടികൾ പോയി കഴിഞ്ഞപ്പോഴേ ഞാനില്ലേ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അവിടുത്തെ പണി കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്. അപ്പം അവരവിടെ കിടക്കണം എല്ലാവരും. ഈ ഒരു തുടപ്പില്ലേ, ഈ ഒരു തുടപ്പും കൊണ്ട് തുടയ്ക്കാൻ നല്ല സുഖമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റേ നമ്മുടെ തുടപ്പിനെക്കാട്ടിലും ഭയങ്കര ഇഷ്ടമായി ഈ തുടപ്പ്. അതും കൊണ്ട് ഇന്ന് നമ്മുടെ അമ്മൂൻ്റെ ക്ലാസ്സിൽ മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ വേഗം വേഗം ചെയ്താലേ ഉള്ളൂ. ഇന്നിപ്പോൾ എന്താ, ഇന്നലെയൊക്കെ ചിക്കനൊക്കെ കഴിച്ചിട്ടേ ഇന്ന് എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി മതി എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള കറി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മുടെ മത്തൻ്റെ ഇല പാടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. മത്തൻ്റെ ഇല താളിപ്പ് ഉണ്ടാക്കാം. പിന്നെ ഇന്നലെ അനിയൻ മീൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ മീൻ വറക്കുകയും ചെയ്യാം. പിന്നെ നല്ല കണ്ണിമാങ്ങയുടെ മത്തൻ്റെ ഇല വേണ്ടേ? ഇപ്പോൾ കർക്കിടക മാസത്തിൽ മത്തൻ്റെ ഇല തിന്നണം. നിങ്ങൾക്ക് ഒന്നും ചൊറിയണം ഉണ്ടാക്കണം. ഇല ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്താ പിന്നെ ഇതൊക്കെ കളയണ എന്തിനാ? ഇവിടെ ഇല്ലെങ്കിലും മുളക് വറുത്ത പുളിയോടാണ് മുൻതൂക്കം ഉണ്ടാവുള്ളൂ എല്ലാവർക്കും കേട്ടോ. മത്തൻ്റെ ഇലയോടൊക്കെ പിന്നെയാണ് ഇഷ്ടമുള്ളൂ. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ സമയം പോണതേ അറിഞ്ഞിരുന്നില്ല. എല്ലാവരും ഉള്ളത് കൊണ്ട് ഇന്ന് നോക്കുമ്പോൾ സമയേ പോണില്ല അല്ലേ. ഇന്നലെ എല്ലാവരും ഉണ്ടാവുകൊണ്ട് ഇന്നലെ അതിനനുസരിച്ച് പണികളും ഉണ്ടാവും. അതിനനുസരിച്ച് പണിയില്ലല്ലോ. ഇങ്ങനെയുണ്ട് ഒരുക്കം കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു ചന്ദനക്കുറിയും കൂടി ഇട്ടാൽ കഴിഞ്ഞു. പൗഡറിൻ്റെ കയ്യക്കൂടി പൗഡറിന് കാലക്കൂടി പറയില്ലേ. എന്ത് വാരി കൊട്ടിക്കോ, കുറേ കുട്ടികളുണ്ടാവും അവിടെ. എന്ത് സ്കൂളിലേക്കല്ലേ പോണു? ഞാൻ എൻ്റെ അമ്മൂൻ്റെ അമ്മേനെ. നന്നായിക്കോട്ടെ അല്ലേ, നന്നായിക്കോട്ടെ അറിയാം. അമ്മൂൻ്റെ അമ്മ മോശക്കാര്യത്തിൽ വന്നാൽ പാടില്ലല്ലോ. ദൈവം തരുന്നതല്ലേ വെക്കാൻ പറ്റുള്ളൂ. എത്ര വാരി പൊത്തിയാലോ അല്ലേ. അത്രയ്ക്ക് മോശം ഞാൻ. ഒന്നുകൂടെ നന്നായിക്കോട്ടെ. വേണ്ട, ഇത് മതി. വേണ്ട. ഇന്നേ അമ്മുൻ്റെ സ്കൂളിൽ പി ടി എ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞില്ലേ. പി ടി എ മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്താ അമ്മൂന് സാരി ഉടുക്കുന്നത് ഇഷ്ടമല്ല. അതിനെ പറഞ്ഞില്ലേ ഞാൻ സാരി ഉടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറയും അമ്മ സാരി ഉടുക്കണ്ട കേട്ടോ, എനിക്ക് സാരി ഉടുക്കുന്നത് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ നോക്ക്, ഇപ്പോൾ നമ്മളൊരു എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. അത് തേക്കും കൊണ്ടില്ലേ കുറച്ചെങ്കിലും ഒരു മുടി നീളം വന്നില്ല കേട്ടാ. വന്നോ? തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അല്ലേ എന്താ ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഈ മുടിയില്ലേ ഇപ്പം ഇങ്ങനെ നീളം തോന്നണില്ലേ, ഇനി ഇത് ചുരുണ്ടിട്ട് മുകളിലേക്ക് ഒരൊറ്റ കയറിയിട്ട് ഇത് അത്ര വരെ ഇങ്ങോട്ടാവും കേട്ടോ. അതുവരെ എങ്ങനെ പറയുക, മറ്റേത് സാരിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു മുടിയൊക്കെ വേണമല്ലോ. പക്ഷെ അങ്ങനെ പറ്റില്ല. ഈ ചുരുണ്ട മുടിയായതുകൊണ്ട് ഇങ്ങനെ ചുരുണ്ട് കയറിപ്പോവും. ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. 2 മണിക്കാണ് മീറ്റിങ്. അപ്പോൾ ഏട്ടൻ കൊണ്ടേക്കാൻ പറഞ്ഞിട്ട് 1:45. എനിക്ക് ചോറ് വേണ്ട, വിശക്കില്ല. അത് നമ്മളിന്ന് 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ച്. അപ്പോൾ 11 മണി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പില്ല. ഈ തുണികളിലേ കൊണ്ടുവന്ന് വെക്കുക. ഇതന്നെയാണ് കേട്ടോ. എന്തോ ഒരു മഴയെ പറഞ്ഞിട്ടാ. മഴ പെയ്യുമ്പോൾ പേരൊക്കെ ഉണ്ടാവുന്നുണ്ട്. എവിടെ പേരയ്ക്ക്? എനിക്ക് വേണ്ടേ പേരയ്ക്ക് വേണ്ട. ഇതാ
നമ്മൾ ഇന്നലെ ഈ നെയ്റ്റിനെ ഇട്ടിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടോ വീഡിയോയിലുണ്ട് അല്ലേ? ഇന്നലെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ ഇവിടെ കയ്യിൻ്റെ ഇവിടെ ഒന്ന് ശരിയാക്കാണ്ട്, അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഇത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് മത്തൻ്റെ ഇല താളിപ്പും അയിലമീൻ വറുത്തതും കൊത്തമരയ്ക്ക് ഉപ്പേരിയാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്. ഇന്നലെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നേ, ദിവസം രണ്ട് തരം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കഴിഞ്ഞിരുന്നത്, ദിവസം 2 നേരം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ ചോദിച്ചിട്ട്. ഇന്നലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ചെയ്യണ സമയത്ത് അച്ഛന് ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ എത്ര ഇതൊന്നും അറിയില്ലേ, എന്താ ഇന്നലെ പരിപാടി എന്നൊന്നും അറിയില്ലേ. അപ്പോൾ 2 തരം ചിക്കൻ ചെയ്യേണ്ട കാര്യങ്ങൾ 2 തരം ചിക്കൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ. അപ്പോൾ ആ സമയത്ത് ചമ്മന്തി അരച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അച്ഛൻ്റെ ശാസ്ത്രം പറയുമ്പോൾ അത് അച്ഛന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്ന് അച്ഛൻ വന്നിരുന്ന് അവിടെ കഴിച്ചിട്ട് പോകുന്നുള്ളതല്ല, അത് അങ്ങനെ ഒരു വിശ്വാസമാണല്ലോ. മരണപ്പെട്ടവർക്ക് വേണ്ടി വെച്ച് കൊടുക്കുക എന്നുള്ളത് ആ വെച്ച് കൊടുക്കേണ്ട രീതിക്ക് അച്ഛന് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയോ അതൊക്കെ വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുക. നമ്മുടെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് പിന്നെ അല്ലെങ്കിലും തന്നെ മരണപ്പെട്ട് പോയവരെയും കൂടി വെറുതെ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരമൊക്കെ അതല്ല നമ്മളോട് പറയുക. പിന്നെന്താ പറഞ്ഞത്, ഇപ്പോൾ പറയണത് നമ്മുടെ ഇവിടുത്തെ ചിട്ടകളാണ് നമ്മൾ കാണിച്ചത്. നിങ്ങളുടെ അവിടെ ചിലവർ സദ്യ മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ അച്ഛൻ എന്താ പറഞ്ഞാൽ വെച്ചാൽ നോണാണ് ഇഷ്ടം. അപ്പം മീനുണ്ടാവും, ഇറച്ചി ഉണ്ടാവും. അച്ഛന് ഈ വെള്ളക്കോഴി അത്ര ഇഷ്ടമല്ല, കടയിൽ നിന്ന് വാങ്ങുന്നത് നാടൻ കോഴിയാണ് അതിഷ്ടം. അപ്പം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു വെച്ചാൽ നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പം തിരുവാതിര സമയത്ത് ഇവിടെ സ്രാവ് മീൻ വാങ്ങാണ്ട് അച്ഛൻ തെറ്റിയിരിക്കുന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അച്ഛനത് ശീലിച്ച് വന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ മക്കളും ഇപ്പം ഞാൻ ഒരു ഇത് പറയാം, നമ്മൾ മരണപ്പെട്ടാൽ ചിലപ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ ചെയ്തു തരുമെന്നും നമുക്കറിയില്ല കേട്ടോ. പക്ഷേ നമുക്കത് ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളത് ചെയ്തു കൊടുക്കണമെന്ന് മാത്രമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ അച്ഛന് ഇഷ്ടമാണെന്ന് അമ്മ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് പറയുമ്പോൾ നമ്മളത് അവരുടെ ഇഷ്ടത്തിന്, കാരണം അല്ലെങ്കിൽ അത് ചെയ്തു പോയിട്ടില്ലേ അമ്മയ്ക്കൊരു വിഷമം ഉണ്ടാവില്ലേ. വിഷമല്ല, നമ്മളെത്ര മക്കളുണ്ടായിട്ട് എന്താ കാര്യം. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മരിച്ച് കഴിഞ്ഞാലും അവരുടെ ഓർമ്മകൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പണ്ട് തൊട്ടേ പറഞ്ഞ് അറിയുന്ന കാര്യങ്ങളും അനുഭവമുള്ള നമ്മൾക്ക് അച്ഛനായിട്ട് കാണിച്ചു തന്ന കാര്യങ്ങളാണ് അച്ഛന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നത്. അതുപോലെ അച്ഛൻ്റെ ഒരു സമയം വന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാവുന്ന മക്കളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അതിലൊരു മടിയില്ല, എല്ലാവരും ഒത്തുകൂടി അത് ചെയ്യണം, അത് മനസ്സറിഞ്ഞ് ചെയ്യണം, അതവർക്ക് എങ്ങനെ ചെയ്യേണ്ട രീതിച്ചും ആ രീതിക്ക് ചെയ്യണോ. അതിലെന്താണ്, നമ്മൾ ആരോട് സഹായം ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ചെയ്യണം 10 രൂപ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ അതല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഇതായിട്ട് ചോദിക്കാം. ഒരാളില്ലേ എപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുകയാണോ വെച്ചാൽ അവരെന്നും ദാരിദ്ര്യത്തിൽ കഴിയണം എന്നാണോ ആഗ്രഹിക്കുക? കാരണം അവരൊന്ന് നന്നാവട്ടെ, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഇടട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. ആകെ കുറച്ച് വർഷങ്ങളല്ലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഇന്ന് മത്തൻ്റെ ഇല താളിപ്പാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ, കാരണം ഞാൻ എത്രയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കി പറ്റുമോ? അപ്പം അത് നിങ്ങൾ, കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ മക്കൾക്ക് നമ്മളല്ലേ വാങ്ങി കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്നറിയില്ല. ചില ആൾക്കാർ ഒരു വലിയൊരു ആടിനെ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നത് കാണാം, കുറേ കോഴികളെ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കാണാം. ഇതൊന്നും ഒരു പ്രശ്നമില്ല തോന്നുന്നുണ്ട്. നമ്മൾ 2 എണ്ണം എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ചൊളി മുറയില്ലാതെ നമ്മളത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞു വെച്ചാൽ അയ്യോ ഇവരെങ്ങനെ കഴിഞ്ഞവരാണ്, ഇവർക്ക് ഇപ്പോൾ ഈ ഇറച്ചി ഞങ്ങൾ അന്നും നമ്മുടെ അന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ കൊല്ലം തേക്കലിൻ്റെ ആ വീഡിയോ, നമ്മുടെ ഫസ്റ്റ് കൊല്ലം തേക്കലിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ 200 ആൾക്കാരെ വിളിച്ചിട്ടാണ് എല്ലാവരും എന്താ വെച്ചാൽ നമ്മുടെ ഈ നാട്ടും പുറത്തുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പം അവരുടെ തൊട്ടടുത്ത വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ വിളിക്കും, നമ്മുടെ കുടുംബങ്ങളെ വിളിക്കും. അപ്പം നമ്മളെങ്ങനെയാണെന്നറിയോ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഫസ്റ്റത്തെ കാര്യങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുക. പിന്നെ എല്ലാവരും പാടെ ഇപ്പോൾ നമ്മുടെ സ്വത്തുവിൻ്റെ നീ പിറന്നാളൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ കൂടുള്ളൂ. ഇപ്പോൾ 28 ഞങ്ങൾ ചെറിയ രീതിയിലാണ് കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലും കുട്ടികളും മക്കളുമായി നമുക്കും ഓരോന്നാകുമ്പോൾ നമ്മൾ നമ്മുടെ ആൾക്കാരെ എന്നെ ഉൾപ്പെടുത്തിയിട്ട് മാത്രം ചെയ്യും. എന്താ വെച്ചാൽ അപ്പുറം ചെയ്യുമ്പോൾ നമുക്ക് ആരും വിളിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യാൻ എത്തില്ല. വിളിച്ചില്ല, കൂട്ടുകാരെ വിളിച്ചില്ല, ആരും വിളിച്ചില്ല. വിനോദടക്കം വന്നിട്ട് പോയി. അതിനെ പറയുന്നത് ആരോടും നമ്മൾ പറഞ്ഞിരുന്നില്ല കേട്ടോ. ഇത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ പിറന്നാളും കാര്യങ്ങളും ഇപ്പം തുടങ്ങിയതാണ്. അത് സ്വന്തം വീട്ടിൽ മറ്റേത് കലശം ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കലശം ചെയ്യുക വെച്ചാൽ
നമ്മുടെ വീട്ടിൽ ഏട്ടന്മാരെ വിളിക്കും, ആണുങ്ങളെ വിളിക്കും. പെണ്ണുങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിലും ഇന്ന് കലശം ചെയ്യാണ് കേട്ടോ, വായോട്ടോ, വൈകുന്നേരത്ത് വായോട്ടോ പറയും. അപ്പോൾ ഇവർ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരും. അപ്പം നമ്മുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെയും വിളിക്കില്ലേ ചേട്ടാ? പിന്നെ വിളിക്കണല്ലോ. അങ്ങനെ വിളിക്കും. അപ്പം നമ്മളില്ലേ എന്താ ഇനിയിപ്പോൾ നിങ്ങളും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മൾ ഓരോ ഭാഗത്ത് ഓരോ രീതിക്ക്. അതിപ്പോൾ അവരുടെ വീട്ടിലെ രീതിക്ക് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ രീതിക്ക് അവർ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ കണ്ടുകൊള്ളാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. കണ്ടിട്ട് ഒരാൾ ചെയ്യണം അല്ല, നമ്മളിത് തെറ്റായി പറയല്ല. അല്ല പറയാ, അങ്ങനെ ഒരാൾ ചെയ്യണമെന്ന് പറയാം. നമ്മുടെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ ഇതന്നെയാണ് ശരി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ ക്രിയകളാണ് ശരിയെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ശരികൾ. നമ്മുടെ അടുത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ ശരികൾ അല്ലേ? പിന്നെന്താ, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഓരോ ഭാഗത്ത് ഓരോ രീതികളാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ചിലവർ പറഞ്ഞിരുന്നു എന്താ അച്ഛനും അമ്മയുള്ള സമയത്ത് അമ്മായിപ്പനും അമ്മാനമ്മയ്ക്കും അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കിട്ടണില്ല, കാരണം ഇവിടെ അമ്മ അച്ഛന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് ചിലവർ പറഞ്ഞു നിങ്ങളത് ചെയ്തോ, കാരണം എന്താ ഭർത്താവിൻ്റെ അച്ഛനമ്മയും നമ്മുടെ അച്ഛനമ്മയാണ്, അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. എൻ്റെ അച്ഛനമ്മയെന്ന് വെച്ചാൽ അവരുടെ അച്ഛനമ്മയാണ്. അങ്ങനെ നമ്മൾ ഒരു നമ്മുടേന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു ആൾക്കാരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പല്ലേ നമ്മുടേന്ന് ചിന്തിച്ചിട്ടല്ല. നമുക്ക് മൂത്തവര് ഗുരുക്കന്മാരെ പോലെ അറിവും വിവരം ഉള്ള നാട്ടില് മുതിർന്നവരോട് ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ വിവരമുള്ളവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യലുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അത് ചെയ്യുന്നത് നമുക്കും എല്ലാവർക്കും തൃപ്തിയാവുന്ന രീതിക്ക് ചെയ്യാന്നുള്ളതാണല്ലോ. പിന്നെ ഒരു കാര്യം കൂടി അതൊക്കെ നോക്കിയിട്ടാ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ വീടിന്റെ ഈ പാലുകാച്ചൽ ഫംഗ്ഷൻ ഉണ്ടായില്ലേ, അപ്പൊ നമുക്ക് ഈ ഭഗവത് സേവ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ വീട്ടിലാണ് കേട്ടോ ഭഗവത് സേവ എന്താണ് എന്നുള്ളത് കാണുന്നത്. ഇതുവരെ ഈ 36 വയസ്സായില്ലേ, ഇതുവരെ ഞാൻ വേറൊരു വീട്ടിൽ പോകുമ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞ് പാലുകാച്ചൽ കഴിഞ്ഞ് ചിലവർ അന്ന് തന്നെ നോൺ വെക്കും. അന്ന് തന്നെ നോൺ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് അവർ കയറി താമസം കഴിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഗണപതി ഹോമം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗുരുസ്വാമിയുടെ അടുത്ത് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ ഗണപതി ഹോമം മാത്രമല്ല ഭഗവത് സേവയും ചെയ്യണം പറഞ്ഞു. ഓ ശരി, നമുക്കറിയാത്തത് വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ചെയ്തു. ഗുരുസ്വാമിക്ക് പറഞ്ഞു കൊടുത്തത് വേറെ നമുക്ക് വന്നില്ലേ, ആ തിരുമേനിയെ പറഞ്ഞത് തന്ത്രിയാണ്. അപ്പൊ അത് ഗണപതി ഒരു വീട്ടിലേക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കയറി താമസം ചെയ്യുമ്പോൾ ഗണപതി ഹോമം അന്ന് നോണ് കഴിക്കരുത് പറഞ്ഞു. അത് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ആവണമെന്നുണ്ടെങ്കിൽ ഭഗവത് സേവ വരണം, അതുകൂടെ ചെയ്താലാണ് അതിൽ പൂർണ്ണതയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവരും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മളത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമുക്കിപ്പോ ആരെങ്കിലും സിനിമയിൽ കണ്ടിട്ടോ സീരിയലിൽ കണ്ടിട്ടോ അങ്ങനെയൊന്നല്ല. അതിനെക്കുറിച്ച് ആ മേഖലയിൽ ആരാണോ പ്രഗത്ഭരായിട്ട് അറിവും ബോധമുള്ള അവരോട് ചോദിച്ചാൽ അവര് പറഞ്ഞെന്ന പ്രകാരം നമ്മൾ ചെയ്യണത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനില്ലല്ലോ ഇതൊന്നും. പിന്നെ ഒരു ഇപ്പൊ നമുക്ക് 3 പേർക്കും പെൺകുട്ടികളല്ലേ, അപ്പൊ നമുക്ക് പറ്റായ ഉണ്ടാവുമല്ലോ. പറ്റായ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ പൂജാ റൂം വെക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റുള്ളൂ. അവിടെ വെക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇറച്ചിയോ മീനോ ഒക്കെ കഴിക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്തോ പോലെ. അപ്പോൾ നമ്മൾ ചോദിച്ചു, അറിവുള്ള ഒരാളോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ആകെ ചെറിയ നമ്മുടെ ഈ സ്ഥലപരിമിതിക്ക് വെച്ചിട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ, എന്താ ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു നിങ്ങൾ കോണിയുടെ മുകളിൽ വെച്ചോളൂ പറഞ്ഞു. പറ്റാത്ത സമയത്ത് ആണുങ്ങൾ പോയിട്ട് വിളക്ക് വെച്ചാൽ മതിയല്ലോ, അങ്ങനെ ചെയ്താൽ പറഞ്ഞു. നമ്മളിതപ്പോൾ അവിടെ ഇന്നിട്ടോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ല, നമുക്ക് എന്ത് നോണ് വേണമെങ്കിലും കഴിക്കാം. നമുക്ക് വിശ്വാസമുണ്ട്, അന്ധമായ വിശ്വാസം ഏതിനുമില്ല. അത് ആദ്യം തന്നെ പറയാലോ. വിശ്വാസമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ ചെയ്തിട്ട് അതില് നാളെ സങ്കടപ്പെടേണ്ട ഒരു കാര്യം വരില്ല. നമ്മളപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് ചോദിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. അപ്പം അത് എപ്പോഴും നമ്മളെല്ലാവരോടും ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഭഗവത് സേവ ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ ഭഗവതീനെ വരയ്ക്കുന്ന കണ്ടപ്പോലെ എന്താ ലേട്ടാ നമ്മുടെ ഭാഗ്യം. എല്ലായിടത്തും ഭഗവതീനെ ഇങ്ങനെ വരയൊന്നുമില്ല. അതെന്തോ ആ വരയുന്ന ആളുടെ നമ്മുടെ മനസ്സിന്റെ എന്തോ ഒരു ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ, ഫസ്റ്റത്തെ പ്രാവശ്യം നമുക്ക് നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് നമുക്ക് കെട്ടുനിറച്ച് അച്ഛനുള്ള സമയത്ത് എപ്പോഴും അച്ഛൻ പറയായിരുന്നു കേട്ടോ, നമുക്ക് മക്കള് പെങ്ങളുടെ കുട്ടികളാണോ വെച്ചാൽ ആയപ്പോഴും നമ്മുടെ ആദ്യത്തെ ഒന്ന് അബോഷനായി പോയപ്പോഴും അച്ഛൻ പറഞ്ഞിരുന്നു കുട്ടികളാവട്ടെ, കുട്ടികളായിട്ട് നമുക്ക് കാണിപ്പാട്ട് നടത്തണം എന്ന് പറഞ്ഞിരുന്നു. അതും തന്നെ
നമ്മൾ എല്ലാവരോടും ചോദിച്ച് അച്ഛൻ്റെയും കൂടി അനുഗ്രഹത്തോടെയാണ് ഇപ്പം നമ്മൾ ഈ കാണിപ്പാട്ടിലെ നമ്മുടെ വീട് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾക്ക് കാണിപ്പാട്ട് നടത്തിയത്. അതൊക്കെയാണ് അതാ പറയുന്നത്, നമ്മൾ അറിയുന്ന ആൾക്കാരോട് ചോദിക്കും. ഇപ്പം നമ്മൾ ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാച്ചാൽ നമ്മുടെ ഇവിടെ തലമുതിർന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ ചോദിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം ചെയ്ത ആൾ ഇത് ചിലപ്പോൾ നമ്മൾ മറന്നു പോലും, ഒരു വർഷം ആവുമ്പോഴേക്കും നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലെ ഓരോ രീതികളാണ്. ഞാൻ പിന്നെയും പറയാണ്, നമ്മുടെ രീതികളല്ല നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ രീതികളല്ല നമ്മുടെ രീതികൾ. അത് മനുഷ്യർ പല രീതിയിലാണ്. എൻ്റെ വീട്ടിൽ ചില സമയത്ത് ഓ വരുന്നോ ഇതിനിടയ്ക്ക് ഒരു സിനിമ നടൻ കൃഷ്ണകുമാർ പറഞ്ഞ സിനിമ നടൻ എന്തിലോ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയണ്ടായി, പണ്ട് എൻ്റെ വീട്ടിൽ നിലത്ത് കുഴി കുത്തിയിട്ട് അതിൽ എന്തോ ഇല വെച്ചിട്ട് അതിൽ കഞ്ഞി പാർന്നിട്ടാണ് പണിക്കാർക്ക് ഭക്ഷണം കൊടുത്തായിരുന്നത്. ഇന്ന് ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ കുടിക്കുമോ? പണ്ടുള്ള കാലത്ത് അങ്ങനെ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് അങ്ങനെ പറ്റുമോ? സുകന്യ കുടിക്കുക അങ്ങനെ, ഞാൻ കുടിക്കുക അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ ആരെങ്കിലും കുടിക്കുവോ? പണ്ടത്തെ കാലത്ത് അങ്ങനെ ആ ജമിത്ത അവസ്ഥയിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കാൻ പാടുണ്ടോ? പണ്ട് പറഞ്ഞു വെച്ചാൽ ഈ പറയില്ലേ, ഇത് പഠിക്കണല്ലേ മാറിക്കാണ്ട് അങ്ങനെ പണ്ട് കാലം നടന്നില്ല. ഇന്നും നമ്മുടെ ആൾക്കാർ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ നടക്കില്ല. പക്ഷെ എല്ലാരും മറക്കണം നടക്കണം ആഗ്രഹമുള്ളവർ കുറെ ആൾക്കാരുണ്ടെന്നല്ലോ. പണ്ട് അതിനു വേണ്ടി സമരം ചെയ്തായിരുന്നു, ഇന്നിപ്പോ അത് കാണിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട രീതിക്കായി. അങ്ങനെ പറയാൻ മാറ്റുള്ളൂ. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ലേ. അപ്പോഴേ സുകന്യ ഞാൻ പോവാട്ടോ, ഞാനേ പോട്ടെ. ഏട്ടന് ചോറ് കൊടുക്കില്ലേ ഈ? അപ്പൊ ചാന്തല് കാര്യം വിവരറിയും. പപ്പുവിന് ചോറ് കൊടുക്കോ? ഞാനെടുത്ത് കഴിക്കും. പപ്പുവിന് ചോറ് കൊടുക്കോ? അപ്പോൾ എന്താ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് രീതികൾ, എന്താണ് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് അറിയണവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമ്മളത് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയും. നമ്മൾ ഈ കുറച്ച് ഭാഗങ്ങൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ പറയണ പോലെ ലോകപരിചയമൊക്കെ കൂടുതലുള്ള ആൾക്കാരായിരിക്കില്ലേ നിങ്ങളൊക്കെ, അപ്പോൾ അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത പ്രാവശ്യം അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം പലരും പല രീതിയിൽ, ഇപ്പോൾ പിറന്നാൾ എന്താ നമ്മുടെ ഇവിടെ ആദ്യം കേക്ക് മുറിക്കായിരുന്നില്ല, ഇപ്പം എല്ലാ പിറന്നാളിലും കേക്ക് മുറിക്കും. അപ്പം അതൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ അല്ലേ? വിളക്ക് വെളുത്തി വെച്ചിട്ട് എന്താ 2 ഇല ഇട്ടിട്ട് അതിൽ ഭക്ഷണം വിളമ്പിയിട്ട് ഒരിലയിൽ കുട്ടിക്ക് കൊടുക്കും. പിന്നെ ഒരില നമ്മളിങ്ങനെ എങ്ങനെ പറയാം, മൂത്തവർക്ക് ആ ഇലയാണ് നമ്മൾ പണ്ട് വേറെ നമ്മുടെ വീട്ടിൽ തിരുമ്പാനൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, ആ ഇലയത്തെ ചോറും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്നൊന്നും അങ്ങനെയല്ല, ഇപ്പോൾ ഇല്ല. അപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ വന്നു ഓരോന്ന്. അപ്പം അതാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എൻ്റെ അമ്മൂൻ്റെ നോക്കിയൊക്കെ പറഞ്ഞ് 2 മണിയായി. ഞാൻ പോട്ടെ കേട്ടോ, ക്ലാസ് തപ്പി പിടിക്കണം. ടാറ്റാ.